ഈ ട്രഡീഷണൽ ബിസിനസ്സുള്ള ആൾക്കാർ ഉള്ള ഫാമിലീസിന് പെട്ടെന്നൊരു ഡൈവേഴ്സിഫിക്കേഷൻ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ വലിയ പാടാണ്. ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വലിയൊരു ഒരു ഇതാണ്. ഒത്തിരി പേരെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും, നമ്മുടെ ട്രഡീഷൻസ് നോക്കേണ്ടി വരും. ഇതിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ലൈക്ക് മൈൻഡഡ് കസിൻസ്, തേർഡ് ജനറേഷനോ ഫോർത്ത് ജനറേഷനോ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഫാമിലി ബിസിനസ്സിൽ കസിൻസ് കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? പുതിയ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ആയി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫാമിലി ബിസിനസ്സിൽ നിന്ന് മാറി ഇതിന് പല മാനദണ്ഡങ്ങൾ കൊടുക്കാം, പക്ഷേ മെയിനായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് ട്രഡീഷണൽ ഒരു ഫാമിലി ബിസിനസ്സിൽ നിന്ന് മാറി പുതിയൊരു ബിസിനസ്സിലേക്ക് ഈ റിലേറ്റീവ്സ് കസിൻസ് എല്ലാം കൂടി പൂൾ ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങും. അത് ബേസിക്കലി റൺ ചെയ്യാൻ എയ്തർ ഈ പൂളിൽ നിന്ന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രൊഫഷണൽസോ ആണ് സാറിനെ ഏൽപ്പിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് പുതിയൊരു ഒരു ആംഗിൾ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. കാരണം ഈ ട്രഡീഷണൽ ബിസിനസ്സുള്ള ആൾക്കാർ ഉള്ള ഫാമിലീസിന് പെട്ടെന്നൊരു ഡൈവേഴ്സിഫിക്കേഷൻ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ വലിയ പാടാണ്. ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വലിയൊരു ഒരു ഇതാണ്. ഒത്തിരി പേരെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും, നമ്മുടെ ട്രഡീഷൻസ് നോക്കേണ്ടി വരും. ഇതിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ലൈക്ക് മൈൻഡഡ് കസിൻസ്, തേർഡ് ജനറേഷനോ ഫോർത്ത് ജനറേഷനോ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കുന്നു. അത് ശരിക്കും ന്യൂ ബിസിനസ് ഏരിയാസ്, ന്യൂ വാട്ട്സ് ഡയമെൻഷൻസ് അതിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എസ്പെഷ്യലി പുതിയ വാട്ട്സ് ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കണേ. അപ്പോൾ ഉള്ളൊരു വാട്ട്സ് കീ വേർഡായിട്ട് പറയണേ. അത് വേണമെന്നില്ല, ബട്ട് ആ രീതിയിലൊക്കെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അത് ശരിക്കും എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഒരു നല്ല മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് പില്ലർ അവിടെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏണിങ്സോ ആ റിസൾട്ടോ ആയിരിക്കും ഇവിടെ കൊണ്ടുപോയി ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് കുറവുണ്ട്. ബട്ട് പ്രൊഫഷണലായിട്ട് പെട്ടെന്നൊരു ഫുള്ളി പ്രൊഫഷണൽ ഒരു മോഡൽ ആ ഫാമിലിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. പക്ഷെ അതും ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യണം. ഇതുപോലെ തന്നെ വളർന്ന് പന്തലിച്ച് പോകാനും ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാനും എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാവരുടെയും വ്യൂസ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയൊരു സിറ്റുവേഷൻ, ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കണം. ഇനി ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായി? നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ IT പ്രൊഫഷണൽസ് ഒക്കെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ പുറത്ത് വേറെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതുപോലെ ഈ സൺ ഇൻ ലോസ്, ഡോട്ടേഴ്സ്, ഇവർക്കൊക്കെ ആ ഇതിൻ്റെ നോക്കിയിട്ട് മീൻസ് അതിൻ്റെ മാനേജ്മെൻറ്റ് പോവുകയും ചെയ്യരുത്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ ഇതൊരു നല്ല മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്.